സ്കൂളുകളിൽ കെ ഫോൺ വഴിയുള്ള സൗജന്യ ഇന്റർനെറ്റ് സേവനം നിർത്തലാക്കിയ തീരുമാനം തിരുത്താനൊരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. സൗജന്യ ഇന്റർനെറ്റ് സേവനം തുടരാൻ ബദൽ മാർഗം തേടാനാണ് നീക്കം. വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തും. സ്കൂളുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടാകുമെന്ന പരാതിക്ക് പിന്നാലെയാണ് നടപടി. ഗോപാൽ ശിലാസ് അണ്ണൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ, ഇത്രയും നാളും കിട്ടിക്കൊണ്ടിരുന്ന ഒരു സേവനം റദ്ദാക്കുക, അതും സ്കൂളുകളിൽ റദ്ദാക്കുക എന്നത് വലിയ വിമർശനം ക്ഷണിച്ചു വരുത്തുന്ന ഒന്നാണ്. സ്വാഭാവികമായും അതിനൊരു തിരുത്തൽ വേണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിന് തോന്നിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നാണ്. എപ്പോഴാണ് ചർച്ച? എന്താണ് വിവരം? മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂളുകളിൽ ഇത്ര കാലവും കെ ഫോൺ പദ്ധതി അനൌദ്യോഗികമായി സൗജന്യമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോരുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഒരു ഉത്തരവ് പ്രകാരം ഇനി മുതൽ കെ ഫോൺ വഴി ഇന്റർനെറ്റ് സംവിധാനം സൗജന്യമായിരിക്കില്ല. പകരം സ്കൂളുകൾ അതിന് പണം അടയ്ക്കണം, ബില്ലുകൾ വരും, അത് കൃത്യമായി അടയ്ക്കണം എന്നുള്ളതായിരുന്നു. അതിന് പിന്നാലെ തന്നെ വലിയ തരത്തിലേക്കുള്ള വിമർശനങ്ങളും പരാതികളും തന്നെ ഉയർന്നു വന്നിരുന്നു. സർക്കാർ സ്കൂളുകളുടെ ബില്ല് ആര് സർക്കാരിന് അടയ്ക്കുമെന്നതായിരുന്നു ചോദ്യം ഉയർന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം തിരുത്താനുള്ള ആലോചന വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നത്. എങ്ങനെ ഇത് പരിഹരിക്കാം, സ്കൂളുകളുടെ ഈ ബുദ്ധിമുട്ട് കെ ഫോൺ വഴിയുള്ള സൗജന്യ പദ്ധതി എന്ന തരത്തിലേക്ക് ഒരു ബദൽ മാർഗം എങ്ങനെ സ്വീകരിക്കാം, എങ്ങനെ നടപ്പിലാക്കാം എന്നതിന്റെ സാധ്യതയാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ മുഖ്യമന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തും. ആ ചർച്ചയ്ക്കൊടുവിൽ എന്തെങ്കിലും തരത്തിലേക്കുള്ള ധാരണ ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നത്. സ്കൂളുകൾക്ക് വലിയ തോതിൽ സാമ്പത്തിക ബാധ്യതയും ബുദ്ധിമുട്ടും ഉണ്ടാകും എന്ന വിലയിരുത്തലിന്റെയും പരാതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ആലോചിക്കുന്നത്. എപ്പോഴത്തേക്കൊരു നടപടി ഉണ്ടാകും, സാധ്യത പരിശോധിക്കപ്പെടും എന്നതിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. പക്ഷേ അധികം വൈകാതെ തന്നെ അതിൽ ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. സൗജന്യ ഇന്റർനെറ്റ് സേവനത്തിന് സ്കൂളുകൾക്ക് ബദൽ പദ്ധതി ഒരുക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഗോപാൽ ശിലാസ് അണ്ണലാണ് വിവരങ്ങൾ നൽകിയത്.